അപ്പോൾ നമ്മൾ ചേന മുറിക്കാൻ പോവാണ്. ഒരു ചെറിയ മുളയുണ്ട്, 2 മുളയുണ്ട്. ഇവിടെ ചെറിയ മുള വരാൻ സാധ്യതയുണ്ട്. മുള വന്നാലും ഇല്ലെങ്കിൽ നമുക്ക് തിന്നാനിപ്പോൾ മുളയുടെ ആവശ്യമില്ല. കട്ടിങ്. അരെ വാ, എങ്ങനെയുണ്ട്? സൂപ്പർ ചേന. പകുതി നമുക്ക് ഷാജീന് കൊടുക്കാം, ബാക്കി പകുതി എന്നാൽ മുറിക്കുന്നു. ഓക്കെ. ഇപ്പം ഇതിൽ 2 മുള കാണുന്നതുകൊണ്ട് നമുക്ക് ആ മുള എന്ന് തൽക്കാലം സേവ് ചെയ്യാൻ നോക്കാം. കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ കുഴിച്ചിടാൻ, കുളുത്തെങ്കിൽ കുളിക്കട്ടെ. അപ്പം മുള അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം വിട്ടെടുക്കാം. ഇതാണ് നമ്മൾ കുഴിച്ചിടാനായി ഉദ്ദേശിക്കുന്ന ചേന. കുഴിച്ചിട്ട് കിളുക്കുമെന്നൊക്കെ കണ്ടറിയണം. ഓസ്ട്രേലിയയിലെ തണുപ്പ് കാലത്ത് ചേനയ്ക്ക് കിളുത്തു വന്നാൽ കിളുത്തില്ല. നീ ചേന എങ്ങനെ ചത്തണ്ടെന്ന് അറിയണോ? ചൊറിയും ചേനയിട്ടെ. ഞാനുണ്ടോ ചേന കണ്ടിട്ടുള്ളൂ. ഇതാണ് എലഫന്റ് ഫുട്ട്. ചേന മുറിച്ച് വെച്ചിരിക്കുക, കണ്ടം തുണ്ടം മുറിച്ച് വെച്ചിരിക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ പുഴുങ്ങാൻ. അടുപ്പിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൊക്കെ അങ്ങ് കുടഞ്ഞിട്ട് അല്ല ചെറുക്ക് തിളയ്ക്കുമ്പോൾ കണ്ടം തുണ്ടം മുറിച്ച് വെച്ചേക്കുന്ന ചേന കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവിടെ കിടന്നങ്ങ് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇച്ചിരി തേങ്ങ കരണ്ടിയിട്ട് കൂട്ടിയിട്ടൊക്കെ ഒരു പിടുത്താൻ കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ്. ചേന എന്തോന്ന് നോക്കണ്ടേ? ഇങ്ങനെ നോക്കുന്നത്. ഒരു ഫോർക്ക് എടുക്കുക, അതിൻ്റെ പള്ളക്ക് 2 കുത്തു കുത്തുക. ഉണ്ടോ? സൂപ്പറായിട്ടായിട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭക്ഷണം ചെയ്ത് മുകളോടിങ്ങനെ പൊന്തിങ്ങി പോരും. പൊന്തിക്കിടക്കുന്ന ചേനത്തുണ്ടം ഉണ്ടാ. ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് എടുത്ത് കോരി എടുക്കടി വെളിച്ചെണ്ണ. എൻ്റെ കട്ട പോലത്തെ എൻ്റെ പൊന്നോ. ആ മുളക് പൊട്ടിച്ചതിനകത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ എന്നിട്ട് ചിരണ്ടിയിട്, തോണ്ടിയിട്. ഇളക്ക്. ഐ കാൻ വെയിറ്റ്. നല്ല ചിരണ്ടി തേങ്ങ ഇരിക്കുന്നുണ്ടോ? ഇത് വരുന്നത് തേങ്ങയ്ക്കകത്തുനിന്നല്ല, ഇതുപോലത്തെ ഫ്രോസൺ പാക്കറ്റിൻ്റെ അകത്തുനിന്നാണ്. അപ്പോൾ നമ്മുടെ ചേന പുഴുങ്ങിയത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അതിന് മുകളിലോട്ട് ചിരണ്ടി തേങ്ങയും കിട്ടേ. വെതറിയിട്. അങ്ങനെ കുറച്ചുകൂടി ഇട്ടു. നല്ല തേങ്ങയല്ലേ? മതി. വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച കാന്താരിയും കുഞ്ഞുള്ളിയും കൂടെയുള്ള ആ ഒരു മിശ്രിതം സൈഡിലേക്ക് ഇച്ചിരി വെച്ചേ. ഇങ്ങോട്ട് വെച്ചു. വെളുത്തിരിക്കുന്നത് കണ്ട് പേടിക്കണ്ട. അത് വെളിച്ചെണ്ണ തന്നെയാണ്. കട്ടയത് 12 ഡിഗ്രി ഉള്ളൂ ഇവിടെ കേട്ടോ. എന്നാൽ നമുക്കൊന്ന് പിടിച്ചാലോ. ഒരു ചേന എടുക്കുക. ഈ ചേന എടുക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നറിയാം? നമ്മുടെ നാട്ടിലൊരു സാറ് പണ്ട് ചേന ഇങ്ങനെ നല്ല കഷ്ണത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ഈ ബ്രെഡ് എവിടുന്നാ മേടിച്ചതെന്ന് വെച്ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണോ നുണയാണോന്ന് അറിയത്തില്ല. സാറിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. വെറുതെ ഒരു സാറിനെ കളിയാക്കാൻ വേണ്ടി നാട്ടുകാരുണ്ടാക്കിയ കഥയാകാനും മതി. എടുത്തിട്ട് നല്ല കാന്താരി മുക്കിയിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ. നാട്ടിലുള്ളപ്പോൾ ചേന ഒരു മനുഷ്യൻ വേണ്ട. ചേനയോ മനുഷ്യന്മാർ തന്നെ സാധനം വെച്ചു. ഇങ്ങനെ $10-12 കിലോയ്ക്ക് കൊടുത്ത് മേടിച്ചിട്ട് തിന്നുമ്പോൾ എന്താ ടേസ്റ്റ്. സൂപ്പർ സാധനം, അടിപൊളി. അപ്പോൾ ഈ ചേന കൊണ്ടുവന്ന് നമുക്ക് തന്ന ഓസ്ട്രേലിയൻ മെൽബണിലെ AU കാട്ടിലെ ബോബിഷിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു ബോബിഷ്. എന്തിനാ ഇങ്ങനെ കുനുകുനാരിന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനാ? ചേന മെഴുക്ക് വരട്ടി കുൻകുന അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്താന്നൊരു ഷെഫല്ലേ ഷെഫ്. അടുപ്പില് തവ വെച്ചു. ഇച്ചിരി എണ്ണ ഒഴിക്കുക. മതി, അധികം ഒഴിക്കണ്ട. കൊളസ്ട്രോൾ മതി. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് പൊട്ടുമ്പോഴത്തേക്കും പുലിസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുന്നു. നല്ലപോലെ ചെറുക്കെന്ന് വഴറ്റുക. സ്വല്പം ഉപ്പ് നട്ടുക. നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിനുശേഷം നല്ല ഫ്രഷ് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയെല്ലാം ഒന്ന് കളർ മാറി നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ അടപ്പ് വെച്ചും കൂടെ അടച്ചു വെക്കും. അടച്ചവിടെ വെക്കും. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു ഫ്രഷ് കറിവേപ്പില എനിക്ക് കൂടി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയോ. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചോടെ വെച്ചേക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ആയിക്കോളൂ. അതാണ് മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അടിപൊളി സൂപ്പർ മെഴുക്ക് പുരട്ടി, ചേന മെഴുക്ക് പുരട്ടി. വേറെ എന്താ വേണ്ട ചോറുണ്ണാൻ? ചേന മെഴുക്ക് പുരട്ടിയും ഇച്ചിരി ഒരു മോര് കറിയോ എന്തെങ്കിലും ഒരു ചെറിയ ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുശാൽ. താങ്ക് യു ബോബിഷ്.